വാട്ട്സ് അപ്പ് ഗെയ്സ്, വെൽക്കം ബാക്ക് അനദർ മൈൻക്രാഫ്റ്റ് മോഡ് പാക്ക് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു മൈൻക്രാഫ്റ്റിൻ്റെ മോഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഡോ സ്റ്റൾക്കർ എന്ന് പറഞ്ഞ ഒരു ഹൊറർ മോഡാണ് ഗെയ്സ്. അപ്പോൾ ഷാഡോ സ്റ്റൾക്കർ അത്യാവശ്യം ഒരു ഭയാനകമായ ഹൊറർ മോഡാണ്. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത്. എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല ഗൈസ്. പിന്നെ എല്ലാ ഹൊറർ മോഡിനെ പോലെ തന്നെ പുള്ളിക്കാരൻ പിന്നെ രാത്രിയാണ് വരുന്നതെന്നാണ് പറയുന്നത്. അറിയത്തില്ല. അപ്പോൾ അങ്ങനെ മിക്കവാറും പേടിപ്പിക്കാൻ വന്നിട്ട് രാത്രി ആയിരിക്കും നമ്മൾ ആക്രമിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ വീഡിയോട്ട് പോകണ മുമ്പ് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 2K ആണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈയിടെയായിട്ട് വ്യൂസൊക്കെ കുറവാണ് ഗൈസ്, നിങ്ങളാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സ്പോണായിരിക്കുന്നത് സാൻഡി ബയോവും പിന്നെ നോർമൽ ബയോമിൻ്റെയും അടുത്താണ്. കുഴപ്പമില്ലാത്തൊരു ബയോമാണ്. തൊട്ടടുത്ത് ലാവയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തടി വെട്ടി സ്റ്റോൺ ടൂൾസായിട്ട് നേരെ കിടക്കാം. അങ്ങനെ ഗോൾസ് വെച്ച് കളിക്കും ഗെയ്സ്. അപ്പം ഹൊറർ മോഡിൻ്റെ രൂപം എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കാം. ഏകദേശം അതുപോലെയാണെന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ ഗെയ്സ്, ഞാൻ MC ഒക്കെ പണ്ടൊട്ടേ ഹൊറർ മോഡ്സിനെ പേടിയില്ലാത്തവരാണ്. ഞങ്ങൾ പണ്ടൊട്ടേ ഹൊറർ മോഡ്സിനൊന്നും പേടിയില്ലാത്തവരാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല ഗെയ്സ്. പിന്നെ ഒരു അഭ്യർത്ഥനയുണ്ട്. എനിക്കിപ്പോൾ നിങ്ങൾക്കുള്ള സൗണ്ട് കേൾക്കാമെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കും സൗണ്ട് കേൾക്കുക. കാരണം ഞാൻ ഫുൾ സൗണ്ട് കുറച്ചിട്ടിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ ഉണ്ട് കേസ്, അതുകൊണ്ടാണ്. സോ ക്ഷമിക്കുക. ഓക്കെ, ഇത് മതി. ഇനി നമുക്ക് ഓരോന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, വല്ല കേവ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കേവിലാകുമ്പോൾ ഒരു അയൺ കിട്ടുവാണെങ്കിൽ അവൻ വന്നു കഴിഞ്ഞാലേ ഷീപ്പുണ്ട്. ഷീപ്പ് വളരെ നൈസാണല്ലോ. ഈ ഷീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അത് മതി, അത് ധാരാളം. ഇനി നമുക്ക് കുറച്ച് കൊലപാതകങ്ങൾ നടത്താൻ കഴിയുക. ചെറിയ കൊലപാതകങ്ങൾ. അതൊക്കെ അത്രേ ഉള്ളൂ. അതെ, അടുത്തവൻ. ഓക്കെ, ഇനി ഒരുത്തരൂടെ കിട്ടുവാണെങ്കിൽ സെറ്റ്. ഇവനെ കൂടെ തട്ടിയേക്കാം ഗൈസ്, ഫുഡ് വേണം. ഓക്കെ, കോളിന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്നായി, അതുകൊണ്ട് നമുക്ക് ഇതും കൂടി എടുത്തേക്കാം. ഈ കോള് കിട്ടിയില്ലെങ്കിലേ ഇതും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പുറത്തും വേറെ എന്തൊക്കെയോ അതിനൊക്കെ ഉണ്ട്. ചങ്ക് കുറച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. ഉള്ള ചങ്കിൽ നമ്മളിപ്പോൾ ചെറിയൊരു ഐലൻഡിലാണെന്നാണ് ഗൈസ് തോന്നുന്നത്. നമുക്കെന്നാ ആ ഒരു ഐലൻഡിലോട്ട് എടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഈ ഐലൻഡിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വല്ല ഷീപ്പ് ആരെങ്കിലും ഉണ്ടോ? ഷീപ്പില്ല തോന്നുന്നു. നീങ്ങി അത്രേ ഉള്ളൂ, നീങ്ങി. ഓക്കെ, അതായത് നമുക്കൊരു ഈസ്പോൺ പോയിന്റ് സെറ്റാക്കാൻ ഫസ്റ്റ് ഡേ സ്കിപ്പ് ചെയ്യാൻ നമുക്ക് ബെഡ് ആവശ്യമുണ്ട് കേസ്. അതാണ് ഞാൻ ഷീപ്പ് എന്ന് പറഞ്ഞ് ചാകുന്നത്. അതുകൊണ്ടിരിക്കണത് വന്നേ വെച്ചാൽ എൻ്റെ ഭക്ഷണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ലെസ്കോ. അപ്പോൾ ഇനി വില്ലേജ് കൂടെ കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരമായിനെ. ചാവ്. ഞാൻ പിന്നെ വിചാരിച്ചത് ആദ്യം MC ഗെയിമറായിട്ട് ഈ ഹൊറർ മോഡ് കളിക്കാമെന്നാണ്. പിന്നെ MC ഗെയിമറുടെ എക്സാമൊക്കെ ഉണ്ട് കേസ്, അതുകൊണ്ടില്ല. എൻ്റെ എക്സാം വരുന്നേ ഉള്ളൂ. സോ അത് പറഞ്ഞപ്പോഴാണ് ഇത് ക്രീപ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സാമൊക്കെ വരുന്നുണ്ട്. സോ ഞാനാണെങ്കിൽ പിന്നെ എക്സാമൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഇടാനായിട്ട് കുറയും. സോറി ഗൈസ്, വീഡിയോസൊക്കെ ഇടാൻ കുറയും. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് ലേറ്റ് ആവുന്നുണ്ട്. മടിയാണ് ഗൈസ്, എല്ലാം മടി തന്നെ. ഓക്കെ, ഇവിടെ കുറച്ച് സ്റ്റോൺ ഉണ്ട്. നമുക്കെന്നാൽ ഈ സ്റ്റോണൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. ഇവിടെ ആയിട്ടൊരു കോളും കണ്ടല്ലോ. അതായിരിക്കണം കോള്. ഡിസ്കോ. അപ്പോൾ കോളും തയ്യാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുമ്പോഴേക്കും മിക്കവാറും രാത്രി ആവുമായിരിക്കും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കിട്ടിയ സ്റ്റോണും കൊണ്ട് ഫുൾ സ്റ്റോൺ ടൂൾസിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുൾ ഓൺ സ്റ്റോൺ ടൂൾസ് ആയിരിക്കുകയാണ് ഗൈസ്. ലെസ്കോ. പിന്നെ ഹൊറർ മോഡ് വന്നാലും അവൻ്റെ തലക്കെട്ടൊക്കെ ഒരു അടിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ എത്ര പവർഫുള്ളാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ സ്റ്റോൺ ടൂൾസിനെ നശിപ്പിക്കാൻ ഐ മീൻ 2000 years later. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. രാത്രി ആയെന്നുണ്ടെങ്കിൽ പറയാം. രാത്രി എനിക്കാണെങ്കിൽ നല്ല വീഡിയോ വന്നിട്ടുണ്ട്. ഇതുവരെ ചങ്ങാതിനെ കണ്ടിട്ടില്ല. അതൊക്കെ അറിയാം ഗൈസ്, എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ ഫുൾ സ്റ്റോൺ എടുത്ത് എനിക്ക് ആവശ്യത്തിന്. ഗൈസ്, അവിടെ വലിയൊരു കേവ് ഞാൻ കാണുന്നുണ്ട്. വിശ്വാസം. ഇനിയിപ്പോൾ അയണും കിട്ടിയില്ലെങ്കിലേ പ്രശ്നങ്ങൾ അതിക്രമമാകും. എന്ത് എടാ എന്താണത്? അയ്യോ എടാ, അതാരാ? പടച്ചവനെ,
എടാ ഷാഡോ സ്റ്റൽക്കർ വന്നവൻ എന്തൊരു പൊക്കോടാ പണ്ടാരക്കാരൻ. ഇതെന്താ രാത്രി ഗൈസ്? ഇതെന്ത് പണ്ടാരത്? രാത്രി ആവുമ്പോൾ പെട്ടെന്ന് പകലാണ്. പടച്ചവന് ഈ പേടിയുണ്ട് ഗൈസ്, സത്യം പറയാം ഈ പേടിയുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവൻ വലിയൊരു രൂപം. ഇവൻ ഇത്ര വലിയ രൂപം ഞാൻ വിചാരിച്ചില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി നേരെ ഈ കേവിലോട്ട് ഒന്ന് പോകാം. ഇപ്പോൾ ഷാഡോ സ്റ്റൽക്കറിനെ കണ്ട സ്ഥിതിക്ക് ഇനി ഞാൻ വരാൻ ചാൻസ് കുറവായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്കിനി നേരെ മൈൻ ചെയ്യാം. ഒരു ഷീൽഡ് ഒപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഷീൽഡ് ഉണ്ടെങ്കിൽ ഏത് ഹൊറർ മോഡാണെങ്കിലും സീനില്ലായിരിക്കും. കാരണം ആ മറ്റേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷീൽഡ് പിടിച്ചിരിക്കാം. പക്ഷേ ചില ഹൊറർ മോഡ് ഞാൻ പിടിക്കണം, ചിലത് അങ്ങനെയല്ല. ചിലത് ഷീൽഡ് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. യഥാർത്ഥ ഡിമോണിക് വാച്ചർ. അയ്യോ ഇത് 2 സ്കെൽട്ടൺ. ഓക്കെ, നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എടുക്കണ്ട. വേറൊക്കെ ഇവിടെ ഇഷ്ടംമാതിരി സ്റ്റോണൊക്കെ ഉണ്ടായിരിക്കും. അതിനിടയ്ക്കല്ലേ 3-4 അയണൊക്കെ കാണുമായിരിക്കും, അറിയത്തില്ല. ഇന്നലെ ഫസ്റ്റ് ഡിമോണിക് വാച്ചർ വന്നത് കുറച്ച് ജംപ് സ്കെയർ ആയിപ്പോയി. ഓക്കെ, ഇവിടെ ചെറുതായിട്ടൊരു കേവ് കാണുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് ആഴത്തിൽ ഏറിയ കേവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല ഗൈസ്, ഇവിടെ ഒന്നും ഒരു കേവും കാണുന്നില്ല. ഉള്ള കേവിലാണെങ്കിൽ ഫുള്ള് നിറച്ചും മോൺസ്റ്റേഴ്സാണ്. അതും ചില്ലറ മോൺസ്റ്റേഴ്സൊന്നും അല്ല, എല്ലാം സ്കെൽട്ടൺ. രാത്രിയാകുമ്പോഴാണ് ഇത്ര പെട്ടെന്ന് രാത്രിയാകുമ്പോഴാണ്. ഇതെന്ത് പെട്ടെന്ന് രാത്രി ആവുന്നുണ്ട്? മിക്കവാറും എല്ലാം ഹൊറർ മോഡിൻ്റെ കളികളായിരിക്കും ഗൈസ്, എനിക്കറിയത്തില്ല. ഏറ്റവും നോക്കാം. കോപ്പറിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഈ സാധനമാണ്. അറിയാം, അയൺ കിട്ടുമ്പോൾ എടുക്കാം, ഇല്ലെങ്കിൽ അറിയത്തില്ല. കയ്യിൽ ബ്ലോക്സ് ഉണ്ട്, ബ്ലോക്സ് പ്ലാങ്ക് എടുക്കാം. എടാ ഇതെന്താ? എടാ പണ്ടാരം പിടിക്കാനായിട്ട് ഇതെന്ത് മോഡത്? പേടിച്ചില്ലാണ്ടായി മലര്. എടാ സത്യം പറഞ്ഞാൽ ശരിക്കും പേടിച്ചു. ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ഇട്ട് ഇങ്ങനെ കയറി പോകാൻ വിചാരിച്ച് പ്രാങ്ക് ഇങ്ങനെ ബ്ലോക്ക് എടുത്ത് നോക്കിയപ്പോൾ ബാഗിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് നോക്കിയിരിക്കണം. പേടിച്ചില്ലാണ്ടായി പണ്ടാരം പിടിക്കുക. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ബ്ലോക്ക് ഇട്ട് കയറി പോകുന്ന വിചാരിച്ചപ്പോൾ എൻ്റെ പൊളിച്ചവനെ ഈ ശിവ രണ്ടും കൽപ്പിച്ചാന്ന് തോന്നുന്നു. ശിവ രണ്ടും കൽപ്പിച്ചാണ്. നമ്മുടെ കയ്യിൽ ഫുഡില്ല, അതാണ് പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ഫുഡ് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, എനിക്ക് താഴോട്ട് ഇറങ്ങാൻ പേടിയുണ്ടെങ്കിൽ സീരിയസ്ലി ഞാൻ പറഞ്ഞു, എനിക്ക് താഴോട്ട് ഇറങ്ങാൻ പേടിയായി. വല്ലാത്തൊരു മോഡ്. അതുപോലെ നല്ല ഹൈറ്റ് ഉണ്ട്. എടാ പേടിപ്പിക്കല്. എടാ എന്താ മോനെ? ശിവൻ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? വാടാ എന്തൊരു ഹൈറ്റാണ് ഇവന്. എടാ എനിക്ക് പേടിയാവുണ്ട്, കാര്യത്തിൽ പറയാൻ എനിക്ക് പേടിയാവുണ്ട്. ഉറങ്ങരുത്. റീസ്പോൺ പോയിന്റ്. എന്താ മോനെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഗൈസ് ഞാൻ അടിക്കാൻ വന്നപ്പോൾ പേടിച്ചു പോയി ഗൈസ്. പിന്നെ അല്ല, ഹൊറർ മോഡ്സിന് അറിയാം എന്നെ തൊട്ട് കഴിഞ്ഞാൽ സീനാകുമെന്ന്. നമുക്ക് പേടി ഉണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ MC അങ്ങനെയാണ്, ഹണ്ട് ചെയ്തിരിക്കും, അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, ഫുഡ് ഓക്കെ. ഇനി ഞാൻ വരുമെന്ന് അറിയത്തില്ല ഗൈസ്. ശരിക്കും ഞാൻ പേടിച്ചിട്ടുണ്ട്. ജംപ് സ്കെയർ നല്ല രീതിയിൽ ഈ മോഡിലുണ്ട്. പിന്നെ എല്ലാ ഹൊറർ മോഡ്സിനെ പോലെ തന്നെ ഈ ഹൊറർ മോഡ് എത്തിക്കഴിയുമ്പോഴേ മറ്റേ ഡാർക്ക്നെസ് ഇല്ലേ, ആ സംഭവം കിട്ടും. നൈസ് ഗൈസ്. നമുക്ക് എന്തായാലും ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഈ മോഡിന് ഒരു 10 റേറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ മോഡ് കണ്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം പറയാം, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 10 എത്ര വർക്ക് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാനെന്തായാലും ലാസ്റ്റ് പറയും എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടത് എത്രയാണ്. അവനെ ഇതിൻ്റെ എവിടെ ഉണ്ടെന്ന് കള്ളപ്പട്ടിച്ചെറുക്കൻ പേടിപ്പിക്കാനായിട്ട് ഇറങ്ങിയേക്കുക.
ഇതാണ് കേസ് എൻ്റെ പ്രശ്നം. ഹൊറർ മോഡ്സ് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എല്ലാത്തിനും നമ്മൾ പേടിക്കേണ്ടി വരും. ഇതിൽ നിന്ന് ഡ്രീമിൻ്റെ മാനഡ് ഇതാ പടി. ഇവിടെ നിന്നൊക്കെ സോംബി തള്ളിയിട്ട് കഴിഞ്ഞാണ്ടല്ലോ പടാ ഇവിടെ നിന്നൊക്കെ സോംബി തള്ളിയിട്ട് കഴിഞ്ഞാൽ സുഗമോദേവി വരും. ഓ ഇത് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ നൈസ്. ഓ മൈ ഗോഡ്. ഓ ഇത് ഏറ്റവും മലയുടെ മണ്ടേന്ന് തോന്നുന്നു. എൻ്റെ അപ്പത്തൊരു ഈ മല മണ്ടേന്നും ഇല്ല. എടാ എന്ത് പണ്ടാരടാ തോന്നുന്നത്. കോപ്പ് സോംബി തള്ളിയിട്ടാണോ സ്കെൽട്ടൺ അമ്പിട്ടാണോ എനിക്കറിയത്തില്ല. മണി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഇത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത് വെച്ചാൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു ഹൊറർ മോഡിൽ 10 8 കൊടുക്കാം ഗൈസ്. കാരണം ഏത് ഹൊറർ മോഡാണെങ്കിൽ നമുക്ക് ജെയിംസ് കെയർ ആണ് ഇമ്പോർട്ടൻറ്റ്. കാരണം പേടിച്ചാലാണല്ലോ അതിന് നമ്മൾ റേറ്റ് ഇടുള്ളൂ. ഇത് ഞാൻ നന്നായിട്ട് പേടിച്ചു. മാത്രമല്ല ഞാൻ ഇത് റെക്കോർഡ് ചെയ്യണത് രാത്രി 10 മണിക്കാണ്. സോ എല്ലാവരും വീട്ടിൽ കിടന്നു തുടങ്ങി, ഞാൻ മാത്രം റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഹൊറർ മോഡ് ഇഷ്ടപ്പെട്ടു. ഒരു 10 8 കൊടുക്കാം. കാരണം പിന്നെ കുഴപ്പമില്ല. പിന്നീട് ഇവരാണെങ്കിൽ ചില ഹൊറർ മോഡി മാത്രമേ നമ്മൾ അടിക്കാൻ പോകുമ്പോൾ അത് ടെലിപ്പോർട്ടാണത്. ആ പവർ ഈ ഉണ്ടെന്ന് തോന്നുന്നു. വേണമെങ്കിൽ നമുക്കിതിനെ പാർട്ട് 2 ആയിട്ട് MCM കളിക്കാം. അപ്പോൾ നമുക്കതിനെ കൊല്ലാനും ശ്രമിക്കാം ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ചില മറക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു മൈൻക്രാഫ്റ്റ് മോഡായിട്ട് തന്നെ ബൈ.